ബാക്ക് ടു സാൻഡ്രാസ് ലിറ്റിൽ വേൾഡ്. ഇനി നമുക്ക് പെപ്ലം ടോപ്പ് തന്നെ എ ലൈൻ കട്ടിൽ എങ്ങനെയാണ് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ ബുട്ട ജോർജറ്റാണ് എടുത്തേക്കുന്നത്. പിന്നെ സ്ലീവിനായിട്ട് ഇതാ അജ്രക്ക് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് നോക്കിയാലോ. മെഷർമെൻറ്റിന് ആദ്യം വേണ്ടത് ഫുൾ ലെങ്ത് ആണ്. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തിൽ നിന്ന് നമുക്ക് ഫുൾ ലെങ്ത്ത് എടുക്കാം. ദാ ഇതേപോലെ കറക്റ്റ് നമ്മുടെ ചെസ്റ്റിൻ്റെ പോയിന്റിൽ നിന്ന് വേണം ഫുൾ ലെങ്ത്ത്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഷോർട്ടായിട്ട് നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലായിട്ട്. ഓക്കെ, അപ്പോൾ ഫുൾ ലെങ്ത്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഫുൾ ലെങ്ത്ത് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഷോൾഡറാണ് കേട്ടോ. അപ്പോൾ ഷോൾഡർ ഇതാ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ പോയിന്റ് കറക്റ്റായിട്ട് മുകളിൽ കൂടെ തന്നെ പോകണം. ഇങ്ങനെ തന്നെ പോകണം കേട്ടോ, അല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഷോൾഡർ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഷോൾഡർ എടുക്കുക ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ചെസ്റ്റാണ്. ചെസ്റ്റ് അളവ് ഇതേപോലെ കറക്റ്റ് ചെസ്റ്റ് അളവ് എടുക്കുക. ചെസ്റ്റ് അളവ് എടുക്കുമ്പോൾ ആം ഹോളിൻ്റെ അതിലേ വേണം ചെസ്റ്റ് അളവ്. ഒരു ജസ്റ്റ് ഒരു ഗ്യാപ്പ് കൊടുക്കുക കേട്ടോ ചെസ്റ്റ് അളവ് എടുക്കുമ്പോഴത്തേനും. പിന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ അളവ്. ഓക്കെ, വേസ്റ്റിൻ്റെ അളവ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ അലിയർ കട്ട് മോഡലല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് എവിടെ നിന്നാണോ നമുക്ക് മുകളിലൊരു പാർട്ട് താഴെ ഒരു പാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ചെസ്റ്റ് അളവ് 34, 36 ഒക്കെ ഉള്ളവർക്ക് ഒരു 14 മതിയാവും മുകളിലത്തെ പാർട്ട്. അപ്പോൾ അതിൽ കൂടുതലുള്ളവർക്ക് ലെങ്ത്ത് കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ആം ഹോളാണ്. ആം ഹോൾ അതിലേക്ക് കാണിക്കാൻ പറ്റില്ല. സ്വന്തമായിട്ട് അളവെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ആം ഹോൾ ഇതേപോലെ കറക്റ്റ് എടുക്കുക കേട്ടോ. ആം ഹോള് ഇപ്പോൾ ടൈറ്റായിട്ട് നിൽക്കുന്നതായിരിക്കും. ലൂസൊന്നും വേണ്ട, കറക്റ്റ് ടൈറ്റായിട്ട് നമ്മുടെ ആം ഹോൾ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത്താണ്. ഞാനിപ്പോൾ ഇത് ഫുള്ള് സ്ലീവിൽ തന്നെയാണ് അപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫുൾ സ്ലീവ് എടുക്കുവാണെങ്കിൽ കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വെച്ചിട്ട് ഇതേപോലെ സ്ലീവ് എടുക്കുക കേട്ടോ കറക്റ്റ്. അപ്പോൾ എനിക്ക് കുറച്ച് ചുരുങ്ങി കിടക്കണം. അപ്പോൾ 21 എൻ്റെ ഫുൾ ലെങ്ത്ത്. കുറച്ചുകൂടെ കൂട്ടിയാണ് കേട്ടോ എടുക്കുന്നത്. ഞാനൊരു 2-3 ഇഞ്ച് കൂടെ കൂട്ടി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ലീവിൻ്റെ റൗണ്ട് എടുക്കുന്നത് ഇവിടെ വെച്ചല്ല കേട്ടോ എടുക്കുന്നത്. മോസ്റ്റ്ലി എല്ലാവരും ഇവിടെ വെച്ചാണ് എടുക്കുന്നത്. ഈ ഒരു ടൈറ്റ്നെസ് എടുത്താൽ നമ്മുടെ കൈയുടെ ഉള്ളിൽ കൂടെ ചിലപ്പോൾ പോകാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫുൾ ലെങ്ത്ത് എടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തെ അളവെടുക്കുക കേട്ടോ. അളവെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബട്ടനൊക്കെ വെച്ച് കൊടുത്താൽ നമ്മുടെ ഇപ്പം ഞാൻ ആദ്യം കാണിച്ചില്ലേ ആ ബട്ടൺ വെച്ച് കൊടുത്താൽ അവിടുത്തെ അളവ് കറക്റ്റായിട്ട് നിൽക്കും. പിന്നെ നമ്മുടെ 3/4 അളവെടുക്കുക. അതേപോലെ ഈ ഒരു ഭാഗത്തെ അളവെടുക്കുക. അപ്പോൾ ഫുൾ ലെങ്ത്ത് എടുക്കുന്ന സമയത്ത് ഈ 3 ഭാഗത്തെ അളവ് എടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സ്ലീവ് കറക്റ്റ് ഫിറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രണ്ട് നെക്കാണ്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് എടുക്കാം. ഓക്കെ, കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അവിടെ വെച്ച് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് നോക്കാം ടേപ്പ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ബാക്ക് നെക്കും ഇതേ രീതിയിൽ എടുക്കാം. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഫുൾ ലെങ്ത്ത് നമുക്ക് വേണ്ടത് 26 അപ്പോൾ ഫുൾ ലെങ്ത്ത് എഴുതുക ആദ്യം. ഓക്കെ, 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മുകളിലത്തെ പാർട്ട് 14 എടുക്കുന്നത്. അപ്പോൾ 14 വേണമെങ്കിൽ നമുക്കൊരു 15 ഇട്ട് മെറ്റീരിയൽ കട്ട് ചെയ്യണം. അതേപോലെ താഴത്തെ പാർട്ട് 12. അപ്പോൾ 14ഉം 12ഉം ആണ് 26. അപ്പോൾ താഴത്തെ പാർട്ടിന് വേണ്ടി നമുക്ക് 12 വേണ്ടത്. അപ്പോൾ 13 ഇട്ട് നമ്മൾ വെട്ടണം കേട്ടോ. പിന്നെ ഷോൾഡറിൻ്റെ പകുതി 14 പകുതി ആകുമ്പോൾ 7.25 വരും. ഓക്കെ, പിന്നെ ചെസ്റ്റ് 32. അതിൻ്റെ കൂടെ ലൂസ് വണ്ണം 2 കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 4 ഡിവൈഡ് ചെയ്ത് വെക്കണം. അപ്പോൾ 34നെ 4 ഡിവൈഡ് ചെയ്ത് വെക്കണം. വേസ്റ്റ് 26. അതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് 4 ഡിവൈഡ് ചെയ്തു. ആം ഹോൾ 14, അതിൻ്റെ പകുതി. സ്ലീവിൻ്റെ ഫുൾ ലെങ്ത്ത് അതിൻ്റെ റൗണ്ട്. അതേപോലെ 3/4 സ്ലീവിൻ്റെ ഫുൾ ലെങ്ത്ത് റൗണ്ട്. ഫ്രണ്ട് നെക്ക് 5.5, ബാക്ക് നെക്ക് 4. ഫ്രണ്ട് നെക്ക് നമ്മൾ V ആണ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ആദ്യം ലൈനിങ് ക്ലോത്ത് എടുത്തു കേട്ടോ. ലൈനിങ് ക്ലോത്ത് ഇതേപോലെ 4 മടക്കിയിട്ടു. ഓക്കെ, ഇത് വെട്ട് വരാത്ത ഭാഗമാണ് കേട്ടോ. നമ്മുടെ ചെസ്റ്റ് അനുസരിച്ച് ഒന്ന് മടക്കിയിടണം. നമുക്ക് 8.25 അപ്പോൾ 2 ഇഞ്ച് തയ്യൽത്തും കൂടെ വേണം കേട്ടോ. അപ്പോൾ 4 മടക്കിയിട്ടിട്ട് ഇവിടാണ് വെട്ട് വരുന്ന ഭാഗം. വെട്ട് വരാത്ത ഭാഗത്ത് നിന്ന് ഷോൾഡർ 7.25,
താഴേക്ക് ഒരു 5.5 കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെസ്റ്റ് വണ്ണം കൂടുതലുള്ളവരെ 6 6.5 കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുക, തയ്യൽ തുമ്പ് 8.25 തയ്യൽ തുമ്പും, പിന്നെ വേസ്റ്റ് ലെങ്ത്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര 15.5 ഒരു മാർക്ക് ഇട്ടെടുത്തു. അവിടെ നിന്ന് വേസ്റ്റിൻ്റെ വണ്ണം തയ്യൽ തുമ്പ്, ഈ തയ്യൽ തുമ്പുകളെയൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതേപോലെ മെയിൻ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇവിടെ ഒരു 1 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കും. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ലൈനിങ് ക്ലോത്താണ് ഇത്. ഇവിടെ ഒരു സെൻറ്ററിലൊരു കട്ടുകൂടെ കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും എടുത്ത് മാറ്റി. അപ്പോൾ ഫ്രണ്ട് ഭാഗമാണ് ഇത്. ഫ്രണ്ട് ഭാഗത്ത് താഴേന്ന് മുകളിലേക്ക് ഒരു 4 മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടുന്ന് ഈ ഭാഗത്തേക്ക് ജസ്റ്റ് ഒരു ക്രോസിന് വരച്ചു. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റുവാണേ. മുകളിൽ നിന്ന് 4-ലാണേ, 4 4.5 കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്തു. മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗവും ചീത്ത ഭാഗവും നോക്കിയിട്ട് വേണേ. എന്നിട്ട് അതും ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു. ഇത് എനിക്ക് കട്ട് പീസ് കിട്ടിയതാണ് കേട്ടോ. ഏതോ ഷോപ്പിൽ നിന്ന് ഞാൻ കട്ട് പീസായിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് അവിടെയാണ് വെട്ട് വരുന്ന ഭാഗം. എന്നിട്ട് ലൈനിങ് അതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുവാണേ. ഓക്കെ, സെൻറ്റർ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വിടുക. സെൻറ്റർ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ബാലൻസ് ക്ലോത്ത് ഇതേപോലെ ഞാൻ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഞാനൊന്ന് വരച്ചെടുക്കുവാണ്. തുണി കയറി ഇറങ്ങിയാണ്, അതുകൊണ്ടാണ് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുത്തത്. ഇനി ചെയ്യേണ്ടത് നമുക്ക് 12 വേണ്ടത്. 12 1 ഇഞ്ച് തയ്യൽ തുമ്പൂട്. ഓക്കെ, 13-ൽ ഞാനൊരു മാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു 4 ഇഞ്ച് താഴത്തേക്ക് കൊടുക്കണം കേട്ടോ. 4 ഇഞ്ച് നമ്മൾ എത്രയാണോ ആ ടോപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയില്ലേ, മുകളിലേക്ക് 4 ഇഞ്ച് കയറ്റി, 4 ആണെങ്കിൽ 4 ഇഞ്ച് ഇവിടെയും കൂടെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പം 3.5 നിങ്ങൾ മുകളിലേക്ക് ആ ടോപ്പിന് കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ മെയിൻ ലെങ്ത്തും തയ്യൽ തുമ്പും അതിൻ്റെ കൂടെ ആ 3.5 എത്രയാണോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത് അതുകൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനെ 2ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് വെട്ട് വരുന്ന ഭാഗത്ത് ആ 3.5 എങ്കിൽ 3.5, 4.5 എങ്കിൽ 4.5 അതിനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് അതിനെ ഒന്ന് ജോയിൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം. മനസ്സിലായല്ലോ? ഒന്നുകൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ഇങ്ങനെയാണ് ചുരുക്കിട്ടെടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ എ ലൈന് കിട്ടുക കേട്ടോ. ഇനി ബാലൻസ് പാർട്ട്, ഇനി ബാക്ക് സൈഡ് നമ്മൾ എ ലൈനല്ല സിമ്പിളായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിനായിട്ട് വേണ്ടത് 12 1 ഇഞ്ച് തയ്യൽ തുമ്പും അത്രയും മാത്രം കൊടുത്താൽ മതി കേട്ടോ. ബാക്ക് സൈഡിലും നിങ്ങൾ അലിയാർ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ബാക്ക് സൈഡിലും ഇതേ രീതിയിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്തില്ലേ അതേ രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അതുകൂടെ കട്ട് ചെയ്ത് മാറ്റി. ഇനി ലൈനിങ് പീസിൽ ഇതേപോലെ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടു. ലൈനിങ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും 2 ഇഞ്ച് കുറച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് അലിയാറിൻ്റെ ഫ്രണ്ട് ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കറക്റ്റ് ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്തെടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ ഇത് 4ആയിട്ട് മടക്കിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇത് തെറ്റിപ്പോയി കേട്ടോ. 2ആയിട്ട് മടക്കിയിട്ട് ചെയ്യണം. ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് മണ്ടത്തരമായി പോയി എന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ കുറേ നേരം ആലോചിച്ചിരുന്നു എന്ത് ചെയ്യും. പിന്നെ ഞാൻ ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ടിട്ടാണ് നമ്മളിത് എത്രയാണോ നമ്മൾ കുറച്ച് കൊടുക്കേണ്ടത് അത് കുറച്ച് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഞാൻ വീണ്ടും അത് കട്ട് ചെയ്യുവാണ്. നമ്മൾ ജസ്റ്റ് ഒരു ശ്രദ്ധ മാറിപ്പോയാൽ മൊത്തത്തിൽ ചളവളമായി പോകും കേട്ടോ. അപ്പോൾ ഇതൊക്കെ തയ്ക്കുമ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിനും വേണ്ടിയിട്ട് 12 അല്ലേ നമ്മുടെ ആക്ച്വൽ ലെങ്ത്ത്, ഒരു 10-ലൊക്കെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് തുണി ഞാൻ ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടു. ആ ഭാഗമാണ് കേട്ടോ വെട്ട് വരുന്നത്, ഈ ഭാഗം വെട്ട് വരാത്ത ഭാഗം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുൾ ലെങ്ത്ത് നമുക്ക് വേണ്ടത്
24 അപ്പോൾ 25 ഞാനൊരു ലൈൻ വരച്ചെടുത്തു. പിന്നെ അതായത് സ്ലീവ് കട്ട് ചെയ്യുന്ന കേവാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് സ്ലീവ് ഒന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ താഴ്ഭാഗത്തെ വണ്ണം 8ൻ്റെ പകുതി 4.5, എന്നിട്ട് സ്ലീവിൻ്റെ ഈ ഭാഗത്തു നിന്ന് താഴത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ബാലൻസ് ആയിട്ട് നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലീവ് കട്ടർ ഉണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇല്ലാത്തവരെല്ലാം യൂസ് ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് ഓൺലൈനിലും ഇത് അവൈലബിൾ ആണ്. എന്നിട്ട് ഞാൻ ക്യാൻവാസിൽ ഇതേപോലെ 3 നെക്കിൻ്റെ വീതി കൊടുക്കുന്നത്. ക്യാൻവാസ് 2ആയിട്ട് മടക്കിയിട്ടിട്ട് 3 വീതിയും അതേപോലെ ലെങ്ത്ത് കൊടുക്കുന്നത് 6 കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് വരച്ചെടുത്തിട്ട് ജസ്റ്റ് ഒരു വി വരച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ വിയെ ഒന്ന് ജസ്റ്റ് വൈഡാക്കി എടുത്തേക്കുവാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫ്രണ്ട് നെക്ക്. എന്നിട്ട് 2 സൈഡിലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിനൊന്ന് പതിച്ചെടുക്കുവാണ്. ഫ്രണ്ട് നെക്ക് റെഡി. ഇതേ രീതിയിലാണ് ഞാൻ ബാക്ക് നെക്കും ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ ഒരു ലൈനിങ് ക്ലോത്തിൽ മുകളിൽ ഈ ക്യാൻവാസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ഇച്ചിരി ഗ്യാപ്പ് വിട്ടിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഓക്കെ. ഇനിയും ബാക്ക് ക്യാൻവാസ് ഇല്ലാത്തവർക്ക് ലൈനിങ് ക്ലോത്തിൽ എങ്ങനെയാണ് കട്ട് ചെയ്തിട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കോട്ടൻ്റെ ലൈനിങ് ആണ്. ഇതാ 2ആയിട്ട് മടക്കിയിട്ടിട്ട് 3 വീതി, അതേപോലെ ഇറക്കം എനിക്ക് 4 വേണ്ടത്. ഒരു 1/2 ഇഞ്ച് കൂടെ ഞാൻ കൂട്ടിയിട്ട് 4.5 കേട്ടോ ഈ ബോക്സ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് എങ്കിൽ റൗണ്ട്, വി എങ്കിൽ വി ആദ്യം ഞാൻ വരച്ചതുപോലെ വരച്ചെടുക്കാം കേട്ടോ. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കോട്ടൺ ക്ലോത്ത് ആയിരിക്കും കേട്ടോ ഇതിന് ബെറ്റർ. നമ്മുടെ ആ പോളിസ്റ്ററിലൊക്കെ ചെയ്താൽ കറക്റ്റ് നമുക്ക് നെക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. കോട്ടൺ ആണെങ്കിൽ ഇതേപോലെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാനും വളരെ ഈസിയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഫ്രണ്ട് നെക്കാണ് ചെയ്യുന്നത്. അതാ ഇതേപോലെ ആ വിട്ട ആ ക്ലോത്ത് ഇതേപോലെ സൈഡിൽ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുവാണ്. എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുത്തു. ഓക്കെ, ബാലൻസ് ആയിട്ട് നിൽക്കുന്ന ആ ക്ലോത്ത് എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഓക്കെ, ഈ നെക്കിൽ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ലൈനിങ് ക്ലോത്ത്, പിന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ മുകളിൽ ഇരിക്കുന്നത്, മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം. എന്നിട്ട് ഇതാ ഈ നെക്ക് കറക്റ്റ് ആ നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തില്ലേ, ആ കട്ടിങ് എല്ലാം കറക്റ്റായിട്ട് വരണം കേട്ടോ. എന്നിട്ട് മാത്രം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇതിലേ നമുക്ക് വരച്ച ആ ലൈനിലേ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാവേ. ഓക്കെ, സ്റ്റിച്ച് ഇട്ടെടുത്തു. ഇനി കട്ട് ചെയ്ത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ അകത്തേക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ വെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതാ ഈ ലൈനിങ്ങിനെ ഇങ്ങേക്ക് മാറ്റി വെച്ചിട്ട് ആ നെക്കിൻ്റെ ക്യാൻവാസിൻ്റെയും നമ്മുടെ ഈ മെയിൻ ക്ലോത്തില്ലേ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ പതിഞ്ഞ് അവിടെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഇതാ ക്യാൻവാസിനെ അകത്തേക്ക് മടക്കി നെക്കിൻ്റെ എഡ്ജിലൂടെയാണ് കേട്ടോ സ്റ്റിച്ച് പോകുന്നത്. ഓക്കെ, നമ്മുടെ നെക്ക് അവിടെ സെറ്റായിട്ടിരുന്നോളൂ. ഇനിയിപ്പോൾ ആ ക്യാൻവാസിനെയും നമ്മുടെ മെയിൻ ലൈനിങ് ഇല്ലേ ലൈനിങ്ങിനെയും കൂടെ ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്താൽ ഹെമ്മിങ് ഒഴിവാക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെമ്മി ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ മെയിൻ ക്ലോത്തിൽ സ്റ്റിച്ച് വീഴാൻ പാടില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് ഇതാ ഈ മെയിൻ ക്ലോത്തിനെയും ലൈനിങ്ങിനെയും കൂടെ ഒന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഈ മെയിൻ ക്ലോത്തിൻ്റെ ഈ നെറ്റ് പോലെ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യമേ കട്ട് ചെയ്ത് കളഞ്ഞാൽ ബിഗിനേഴ്സിന് സ്റ്റിച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതാണ് ഞാൻ ആദ്യമേ കട്ട് ചെയ്ത് കളയാതിരുന്നത്. ഓക്കെ, ആ ഷോൾഡറൊക്കെ ഒന്ന് ഈവൻ ആക്കി കൊടുത്തു. ഇനി നമുക്ക് ക്ലോത്തിൻ്റെയും ഇതേപോലെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതാ എന്നിട്ട് ഇതാ ലൈനിങ്ങിന് നല്ല ഭാഗമാണ് മുകളിൽ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം വേണം കേട്ടോ മുകളിൽ വെക്കാനായിട്ട്. ഏതാണ് നല്ല ഭാഗമെന്ന് ഞാൻ നോക്കുകയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ബുട്ട ജോർജറ്റായിരുന്നു. അപ്പോൾ ഇതാ എന്നിട്ട് നമ്മുടെ നെക്ക് കറക്റ്റ് സെൻറ്റർ നോക്കി പ്ലേസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ക്ലോത്തിൻ്റെ ഒക്കെ കറക്റ്റ് സെൻറ്ററിൽ ഓരോരോ ഇത് കട്ട് ചെയ്ത് മാറ്റിയത് കേട്ടോ. എന്നിട്ട് ഇതാ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് വിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റി. സ്റ്റിച്ച് കൊള്ളാതെ ചെറിയ
വെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. അഥവാ സ്റ്റിച്ച് കൊണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ലൈനിങ്ങിനെ ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് ലൈനിങ്ങിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിലായിട്ടൊരു സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് ഇതാ ലൈനിങ്ങിനെ ഇതേപോലെ അകത്തേക്ക് വെച്ചിട്ട് കറക്റ്റ് എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ അത് ഫിനിഷായിട്ടിരിക്കുക. എന്നിട്ട് ഇതൊന്നെങ്കിൽ ഹെം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മെയിൻ ക്ലോത്തിനെ ഇങ്ങേക്ക് നീക്കിയിട്ട് ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നെറ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്. നെറ്റൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. കറക്റ്റ് നമുക്ക് ലൈനിങ്ങിൽ സ്റ്റിച്ച് ചെയ്തേക്കുവാണെന്ന് പുറമേ നിന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇനി നമുക്ക് നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ കറക്റ്റ് ഷോൾഡർ പിടിച്ച് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ലോക്കിട്ടിട്ട് ജോയിൻ ചെയ്യണം കേട്ടോ. ബിഗിനേഴ്സിന് ഇതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ഈ ആ സ്റ്റിച്ച് നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഷോൾഡർ ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേ. ഓക്കെ. എന്നിട്ട് ഈ തുണിയെ 4ആയിട്ട് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം കേട്ടോ. നമ്മുടെ ആലിയർ കട്ടിൻ്റെ വി ഒക്കെ വരുന്നത് കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു അകത്തേക്ക് മാറ്റി ഞാൻ ഒരു 5.5 ആദ്യം നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതേപോലെ തന്നെ മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് ചരിച്ച് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് കറക്റ്റ് 14 അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ 14.5 കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഫുള്ളി ഷോൾഡർ ഒന്നുകൂടെ ഒന്ന് എടുത്ത് കട്ട് ചെയ്യണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അപ്പുറത്തൂടെ നമുക്ക് ഇതേ രീതിയിൽ പതിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ. കറക്റ്റായിട്ട് ഈവനായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റണേ. ഓക്കെ. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിലെ ആംഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് എടുത്ത് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് നെക്കാണേ, 1/2 ഇഞ്ച് തന്നെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെ കറക്റ്റ് പിടിച്ച് വെച്ചിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ നിർത്തി ജോയിൻ ചെയ്തെടുക്കുക. നിർത്തുമ്പോൾ സൂചി കുത്തി നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വലിച്ചു വിടാൻ പാടില്ല. ജസ്റ്റ് ലൂസായി വിട്ടിട്ട് മാത്രം സ്ലീവ് ജോയിൻ ചെയ്യുക. വലിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പിടുത്തം വരും കേട്ടോ. നമ്മൾ ഇടുമ്പോഴത്തേക്കും കറക്റ്റ് ഡബിൾ സ്റ്റിച്ച് ഇട്ടെടുത്തു കേട്ടോ. 2 സൈഡിലും ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ. എന്നിട്ട് കറക്റ്റ് അതൊന്ന് അളന്ന് നോക്കിയേ. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് അലിയാർ കട്ടിൻ്റെ ഇതുണ്ടല്ലോ അവിടെ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം തന്നെ വേണം കേട്ടോ മുകളിൽ വരാനായിട്ട്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ടെടുത്തു. എന്നിട്ട് ഇതേപോലെ അതിൽ 2 നൂലുണ്ടാവുമല്ലോ. 2 നൂലിൽ ഒരു നൂലിൽ പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ചുരുക്കായിട്ട് വരും കേട്ടോ. കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ 2 സൈഡിൽ നിന്നും ഞാൻ ഇതേപോലെക്ക് വരച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗമായിരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത്. മുകൾ ഭാഗത്താണ് നമ്മൾ ആ കട്ട് ചെയ്ത ഇത് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് അളന്ന് നോക്കുക. സെൻറ്റർ ഭാഗത്തു നിന്ന് കറക്റ്റായിട്ട് 2 ഭാഗവും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ. ഓക്കെ. എന്നിട്ട് കറക്റ്റായിട്ട് കിട്ടുന്ന നമ്മൾ ആ വേസ്റ്റിൻ്റെ ഭാഗം ഫ്രണ്ട് വേസ്റ്റിൻ്റെ ഭാഗം ഒന്ന് അളന്ന് നോക്കുക. എന്നിട്ട് ആ അളവിനനുസരിച്ച് വേണം നമ്മൾ ഈ ഫ്രില്ല് വലിച്ച് കറക്റ്റാക്കി എടുക്കാൻ കേട്ടോ. എന്നിട്ട് ഞാൻ ഇതേപോലെ ആ ഫ്രില്ലിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആ ഫ്രില്ല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. അല്ലാതെ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോഴത്തേനും ആ ഫ്രില്ല് നൂന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഞാൻ ചെയ്തെടുത്തു. ഇനി ഞാൻ ലൈനിങ് തുണിയിൽ ഫ്രില്ല് ഇട്ടെടുക്കുവാണ് കേട്ടോ. നമ്മൾ ഈ മെയിൻ ക്ലോത്തിൽ എത്രയാണോ ഇട്ടെടുത്തത്, മെയിൻ ക്ലോത്തിൽ ഇപ്പം ഞാൻ ഇട്ടെടുത്തത് 14 കേട്ടോ ലെങ്ത്ത് വരുന്നത്, എനിക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അത്രയും തന്നെ വേണം നമുക്ക് ലൈനിങ്ങിലും ഇട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഇട്ടെടുക്കുകയാണ്. ലൈനിങ്ങിലും ഈ ചുരുക്കിട്ടെടുത്താലും മതി. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ലൈനിങ്ങിൻ്റെ മുകളിൽ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് ഇതേപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണേ. എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സ് ചെയ്യാൻ ലൈനിങ് ഇല്ലാത്ത കോട്ടൻ്റെ ക്ലോത്തായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് ഫീലായി കേട്ടോ.
എന്നിട്ട് ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒന്ന് ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് ബാക്ക് സൈഡിലും ഇതേ രീതിയിൽ ഞാൻ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിലൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ടെടുത്തു കേട്ടോ. എന്നിട്ട് സ്റ്റിച്ചിൻ്റെ അവസാനം ആ നൂലിലൊന്ന് പിടിച്ച് ഒരു നൂലിൽ കേട്ടോ, ഏതെങ്കിലും ഒരു നൂലിൽ പിടിച്ചൊന്ന് ജസ്റ്റ് ഇതേപോലെ വലിച്ചു കൊടുത്താൽ മതി. ഇത് ഓട്ടോമാറ്റിക്കലി ഫ്രില്ലായിട്ട് വരും. അപ്പോൾ ഇതും അതേപോലെ നമ്മുടെ ആ ബാക്ക് സൈഡിലെ വേസ്റ്റിൻ്റെ പാട്ടൊന്ന് അളന്ന് നോക്കുക, നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് വേണം നമുക്ക് ഫ്രില്ലിട്ട് എടുക്കാനായിട്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് 14 കേട്ടോ വേണ്ടത്. അപ്പോൾ 14 ഒരു ഇച്ചിരി തയ്യൽത്തും കൂടെ വേണം കേട്ടോ. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ തയ്യൽത്തുമ്പോൾ ആഡ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ് ഇല്ലാത്ത ഇതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക. എനിക്ക് കോട്ടൻ്റെ ക്ലോത്തിലാണ് കേട്ടോ ഇത് ചെയ്യാൻ ഒന്നുകൂടെ ബെറ്ററാണെന്ന് തോന്നിയിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ലൈനിങ്ങും ജോയിൻ ചെയ്തെടുത്തു. എന്നിട്ട് കറക്റ്റ് സെൻറ്റർ, നമ്മുടെ വേസ്റ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് പിടിച്ചിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ. ഈ ജോർജറ്റിൻ്റെ തുണിയായി ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് പൊങ്ങി നിൽക്കുന്ന പോലെ എനിക്ക് ഫീലായി കേട്ടോ. അപ്പോൾ കോട്ടൻ്റെ ആകുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല, നന്നായിട്ടാണ് നിൽക്കും കേട്ടോ. ഇതേപോലെ ഫ്രണ്ട് പാർട്ടിലും കറക്റ്റ് നമ്മൾ സെൻറ്ററിൽ ഓൾറെഡി ഫ്രണ്ട് പാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് മാത്രം ജോയിൻ ചെയ്ത് തുടങ്ങുക കേട്ടോ. ഫ്രണ്ട് പാർട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഫ്രണ്ട് ഒരു സൈഡ് ജോയിൻ ചെയ്തു, പിന്നെ ഞാൻ അടുത്ത സൈഡിലൂടെ ജോയിൻ ചെയ്തു കേട്ടോ. എന്നിട്ട് സ്ലീവിൻ്റെ അടിഭാഗം കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക, 3/4 അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴേന്ന് ചെസ്റ്റിലേക്ക് ജോയിൻ ചെയ്യുക, അതേപോലെ ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക് കറക്റ്റ് ജോയിൻ ചെയ്യുക, വേസ്റ്റിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. എത്രയാണോ തയ്യൽത്തുമ്പ് വേണ്ടത് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുക. ബാലൻസ് ആയിട്ട് നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ 2 സൈഡിലും ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ അടിഭാഗം കൂടെ മടക്കി ഇടിക്കണം കേട്ടോ. അവസാനം ചെയ്തിട്ട് എല്ലാം ഈവൻ ആണോ എന്ന് നോക്കണം. ഞാനിപ്പോൾ ഈവൻ ആണോ എന്ന് നോക്കുന്ന ഒരു മെത്തേഡെന്ന് വെച്ചാൽ ഞാൻ ഹാങ്ങറിൽ തൂക്കിയിട്ടിട്ട് നോക്കൂ കേട്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന്. എവിടെയെങ്കിലും ഏറെയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ലുക്കാണ് ഇത്. ഒരുപാട് ഭംഗിയാണ് കേട്ടോ ഔട്ട്ലുക്ക് കാണാൻ. പിന്നെ എനിക്ക് ജസ്റ്റ് ഒരു പോരായ്മയെന്ന് തോന്നിയിട്ടത് ജോർജറ്റ് ആയതുകൊണ്ട് കുറച്ച് പൊങ്ങി നിൽക്കും കേട്ടോ. എനിക്കത് പേഴ്സണലി പൊങ്ങി നിൽക്കുന്നത് ഇഷ്ടമല്ല. കോട്ടൺ ആകുമ്പോൾ ഒന്ന് നന്നായിട്ട് ഒതുങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ആദ്യം തയ്ച്ചൊരു ഗ്രീനാണ് കേട്ടോ. അത് കാണാത്തവരെന്തായാലും അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ എടുത്തേക്കുന്നത് 1.25 മീറ്ററാണ് കേട്ടോ. അതേപോലെ 1.5 മീറ്ററാണ് ലൈനിങ് എടുത്തേക്കുന്നത്. കോട്ടണിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ മൊത്തത്തിൽ 1.25 മീറ്റർ ക്ലോത്ത് മാത്രം മതിയാവും കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഇതേപോലൊക്കെ ഒരു ടോപ്പ് നമുക്ക് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആരും മിസ് ചെയ്യാതെ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തുള്ള യൂസ്ഫുൾ വീഡിയോ ആയി കാണുന്നിടം വരെ ബൈ.